As we proceed, we can talk about ഇതുപോലെ തന്നെ കുറേ ചാപ്റ്റേഴ്സ് ഇൻ അഡ്വർടൈസിങ് ഫ്രം ഇറ്റ്സ് ഒറിജിൻ സ്റ്റോറി, ഇതിൻ്റെ എവല്യൂഷൻ, കൾച്ചറൽ റെലവൻസ്. പീയൂഷ് പാണ്ഡെ ഇതുപോലെ തന്നെ നമ്മൾ വിട്ടു പോയിട്ട് ഇറ്റ്സ് ബിൻ അബൌട്ട് ജസ്റ്റ് ആഫ്റ്റർ എ വീക്ക് അല്ലേ, ഓൾമോസ്റ്റ് എ വീക്ക്. ദർ ഹാസ് ബിൻ എ ലോട്ട് ഓഫ് കോൺവെർസേഷൻ അബൌട്ട് പീയൂഷ് പാണ്ഡെയുടെ വർക്ക്, കോൺട്രിബ്യൂഷൻ, നല്ല ക്യാമ്പയിൻസ്, ഫാദർ ഓഫ് ഇന്ത്യൻ അഡ്വർടൈസിംഗ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പീയൂഷ് പാണ്ഡെനെ കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു ഇൻ്റർവ്യൂ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോഴാണ് മേ ബി വി ഡിസൈഡഡ് ടു ജസ്റ്റ് സ്റ്റോപ്പ് ടോക്കിംഗ് അബൌട്ട് ദിസ് ആൻഡ് ആക്ച്വലി സ്റ്റാർട്ട് ടോക്കിംഗ് അബൌട്ട് ദിസ് ഓൺ ക്യാമറ അല്ലേ. ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ നിരവധിയായ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞ ഒരു 3, 4, 5 എപ്പിസോഡിനുള്ള സാധനങ്ങൾ അതിലൊരു കോണ്ടെക്സ്റ്റിൽ പാലൻ വളരെ പറഞ്ഞു. ഇപ്പോഴത്തെ ഒരു ഈ കോണ്ടെക്സ്റ്റിൽ ഇത് റീസൻസി ഇമ്പാക്റ്റിന് അഡ്വർടൈസിങ്ങിൽ വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ റീസൻസി ഇമ്പാക്റ്റ് എന്ന് ഞാൻ പറഞ്ഞത് എഡ്യൂക്കേറ്റഡായ പീയൂഷ് പാണ്ഡെയുടെ പറ്റി പറഞ്ഞു. അദ്ദേഹത്തെ പറ്റിയുള്ള ഇപ്പോൾ ഒത്തിരി അദ്ദേഹം മരിച്ചതിന് ശേഷം ഒത്തിരി ജിയോളജീസ് പലരും എഴുതി, പലരും വലിയ അനുസ്മരണങ്ങൾ നടത്തി, അതൊക്കെ ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ 2 കാര്യങ്ങൾ ഇപ്പോൾ അലൻ പറഞ്ഞതിൽ ഒന്ന്, പീയൂഷ് പാണ്ഡെ ഒരു തീർച്ചയായിട്ടും ഇന്ത്യൻ അഡ്വർടൈസിങ്ങിലെ ഒരു ഇതിഹാസ താരമാണ് പീയൂഷ് പാണ്ഡെ, ഒരു സംശയമില്ല. അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇന്ത്യൻ അഡ്വർടൈസിങ്ങിലെ ഒരു ഗാലക്സി ഓഫ് സ്റ്റാർസ് ഉണ്ട്, അതിലെ ഏറ്റവും മിന്നിത്തിളങ്ങുന്ന ഒരു സ്റ്റാർസ് തന്നെയായിരുന്നു പീയൂഷ് പാണ്ഡെ. അദ്ദേഹത്തിൻ്റെ വർക്കുകൾ, അദ്ദേഹം എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇന്ത്യൻ അഡ്വർടൈസിങ്ങിന് ദേശവൽക്കരിച്ച വ്യക്തിയെന്ന് നമുക്ക് പറയാം. കാരണം ഇന്ത്യൻ ഭാഷകൾക്ക് അഡ്വർടൈസിങ്ങിൽ വലിയ പ്രാധാന്യം ലഭിച്ചത് അദ്ദേഹത്തിന്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഈസ് എ കൺട്രി വിത്ത് കളേഴ്സ്, കൾച്ചേഴ്സ്, കോൺട്രാസ്റ്റ്, കോൺട്രഡിക്ഷൻസ്, കസ്റ്റംസ്, ഇതൊക്കെ എല്ലാം കൂടി കോ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഭാരതം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു എവറി 200 കിലോമീറ്റേഴ്സ് അവർ ലാംഗ്വേജസ് ചേഞ്ച്. ഷിയർ സൈസ് ഓഫ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി. അതായത് നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഞാൻ പറയുന്നത് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഭാഷയിൽ ഡയലക്ട്സിൽ വ്യത്യാസം വരും. ഇവിടെ നിന്ന് കോഴിക്കോട് മലബാറിലേക്ക് വരുമ്പോൾ വീണ്ടും ഡയലക്ട്സിൽ വ്യത്യാസം വരും. അപ്പോൾ നമ്മുടെ ഭാഷകൾ മാറും, നമ്മുടെ കുസീൻസ് മാറും, നമ്മുടെ കസ്റ്റംസ് മാറും. അത്ര നാനാത്വത്തിലെ ഏകത്വം എന്ന് നമ്മൾ ഭാരതത്തെ പറ്റി പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ അഡ്വർടൈസിങ്ങിൽ പലപ്പോഴും എന്താ സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സാമൂഹ്യമായി ഉണ്ടാകുന്ന ചലനങ്ങളുടെ പ്രതിഫലനങ്ങളാണ് പലപ്പോഴും അഡ്വർടൈസിങ്. കറക്റ്റ്, ഇൻസ്പയർഡ്. അപ്പോൾ അഡ്വർടൈസിങ്ങിനെ നമ്മൾ ഇന്ത്യയിൽ ഇൻസ്പയർ ചെയ്ത് എങ്ങനെ, ഇന്ത്യയിൽ ഇൻസ്പയർ ചെയ്തെന്ന് പറഞ്ഞാൽ അഡ്വർടൈസിങ് ഇന്ത്യയിൽ ഒരു വെസ്റ്റേൺ കൾച്ചറായിട്ടാണ് കണ്ടിന്യൂ ചെയ്തത്. അഡ്വർടൈസിങ്ങിൽ ഞാനൊക്കെ തുടങ്ങുന്ന കാലത്ത് ലാംഗ്വേജ് റൈറ്റേഴ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഇല്ലായിരുന്നു. ഇറ്റ് വാസ് ഡോമിനേറ്റഡ് ബൈ ഇംഗ്ലീഷ് റൈറ്റേഴ്സ്. അപ്പോൾ ഈ പീയൂഷ് പാണ്ഡെയാണ് അതിനൊരു തുടക്കം കുറിച്ചത്. അദ്ദേഹത്തിൻ്റെ ഹിന്ദിയിലുള്ള ഇന്ത്യനൈസ് ചെയ്തു അഡ്വർടൈസിങ്ങിന്. അതായത് പലപ്പോഴും നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന കാര്യം, അഡ്വർടൈസിങ് ഏജൻസിയിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നു പറഞ്ഞാൽ നമ്മൾ ഒരു ക്യാമ്പയിൻ ഇംഗ്ലീഷിൽ ചെയ്യും, എന്നിട്ട് ഇറ്റ് യൂസ് ടു ഗെറ്റ് ട്രാൻസ്ലേറ്റഡ്, ദെൻ വി സെറ്റ് ട്രാൻസ്ക്രിയേറ്റഡ്. അപ്പോൾ ഒറിജിനൽ ഇംഗ്ലീഷ് തോട്ടിനെയാണ് നമ്മൾ ഹിന്ദിയിലേക്കായാലും മറാഠിയിലേക്കായാലും പഞ്ചാബിയിലേക്കായാലും മലയാളത്തിലേക്കായാലും തമിഴിലേക്കായാലും തെലുങ്കിലേക്കായാലും നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ട്രാൻസ്ക്രിയേറ്റ് ചെയ്യുമെന്ന് നമ്മൾ പറയും. കറക്റ്റ്. പക്ഷേ പീയൂഷ് പാണ്ഡെ അത് ഒറിജിനലി ഇന്ത്യൻ ലാംഗ്വേജിൽ എഴുതാൻ നോക്കി. അതാണ് പീയൂഷ് പാണ്ഡെയുടെ ഒരു വിജയം. അപ്പോൾ അതോടുകൂടി എന്തൊരു ഈ റീജിയണൽ റൈറ്റേഴ്സിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ മറാഠി കോപ്പി റൈറ്റേഴ്സ് വന്നു, പഞ്ചാബി കോപ്പി റൈറ്റേഴ്സ് വന്നു, ഹിന്ദി കോപ്പി റൈറ്റേഴ്സ് വന്നു, മലയാളം കോപ്പി റൈറ്റേഴ്സ് വന്നു. അതൊക്കെ സംഭവിച്ചത് അപ്പോൾ പീയൂഷ് പാണ്ഡെ എൻ്റെ ഒരു സെക്കൻഡ് ഫേസ് ഓഫ് പീയൂഷ് പാണ്ഡെക്ക് മുമ്പുള്ള ഒരു കാലഘട്ടവും പീയൂഷ് പാണ്ഡെക്ക് ശേഷമെന്ന് നമുക്ക് അതിന് പറയാൻ പറ്റും. ബിഫോർ പീയൂഷ് ആൻഡ് ആഫ്റ്റർ പീയൂഷ് അല്ലേ, തീർച്ചയായിട്ടും പറയാൻ പറ്റും. അത് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. പീയൂഷ് പാണ്ഡെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതായത് എൻകറേജ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് റൈറ്റേഴ്സ് ആയാലും അഡ്വർടൈസിങ്ങിൽ. പീയൂഷ് പാണ്ഡെയെ നമ്മൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റാവുന്ന 2 കാര്യങ്ങളുണ്ട്. അതായത് പീയൂഷ് പാണ്ഡെയുടെ പരസ്യങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പീയൂഷ് പാണ്ഡെ മുന്നോട്ട് വെക്കുന്നത് എനിവൺ ഇൻവോൾവ് ഇൻ അഡ്വർടൈസിങ് നീഡ് ടു ഹാവ് വൺ ഇമ്പോർട്ടൻറ്റ് ക്വാളിഫിക്കേഷൻ, വിച്ച് ഇസ് ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ അഡ്വർടൈസിങ്ങിലെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷനാണ്. നമുക്ക് ചുറ്റും നടക്കുന്നത് നമുക്ക് വീക്ഷിക്കാനും, പലപ്പോഴും നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ റിസർച്ചിൽ പറയുക എന്ന് പറയുന്നത് നമ്മൾ ചോദിച്ചറിയാന്ന് പറയും, നമ്മൾ ആൾക്കാരോട് ചോദിക്കും, നമ്മൾ സംസാരിക്കും. പലപ്പോഴും റിസർച്ചിൽ തന്നെയാണെങ്കിലും നമ്മൾ ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പലപ്പോഴും ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും സത്യം കിട്ടില്ല. ഒബ്സർവേഷൻ നമ്മൾ പലപ്പോഴും കണ്ടെത്താൻ പറ്റും. ഒബ്സർവേഷൻ ആൻഡ് ഇമാജിനേഷൻ ആർ 2 ഇമ്പോർട്ടൻറ്റ് ക്വാളിഫിക്കേഷൻ. അതാണ് പീയൂഷ് പാണ്ഡെയുടെ പരസ്യത്തിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളത്. അദ്ദേഹം ഇന്ത്യയെ വീക്ഷിക്കുകയും
നമ്മുടെ അദ്ദേഹത്തിൻ്റെ പല സ്റ്റോറികളുണ്ട്. ബാർബർ ഷോപ്പിൽ പോയിരുന്നിട്ട് ബാർബർ ഷോപ്പ് ഒബ്സർവ് ചെയ്യുന്നു, നാട്ടിൻ പുറത്തുള്ള ചായക്കടകൾ, ട്രെയിൻ യാത്രകൾ, രഞ്ജി ട്രോഫി ക്രിക്കറ്റ് രഞ്ജിക്ക് വേണ്ടി കളിച്ചിട്ടുള്ള കാലഘട്ടത്തിൽ, ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലുള്ള യാത്രകളാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്കൂളിംഗ്, ഇന്ത്യയെ കണ്ടെത്താനായിട്ട് അദ്ദേഹത്തിന് സഹായിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, നിങ്ങൾ നടന്ന് കാണുക, ഒരു ടിക്കറ്റ് എടുത്തിട്ട് ബസ്സിൽ കയറി യാത്ര ചെയ്യുക, ട്രെയിനിൽ കയറി യാത്ര ചെയ്യുക. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ ചെറുപ്പക്കാരായ പിള്ളേരുടെ അടുത്ത് ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറഞ്ഞാൽ യാത്ര ചെയ്യും, പക്ഷേ അവരൊന്നും കാണില്ല, അവർ ഫോണിൽ നോക്കിയിരിക്കും. What Piyush Pandey did was also that he kind of connected ഈ റിയൽ ലൈഫിൽ നടക്കുന്ന ഓരോ സിനേറിയോസ്, അതിപ്പോൾ വെദർ ഇറ്റ് ഇസ് ഹ്യൂമർ ആഡ് ചെയ്തിട്ടാണെങ്കിലും ആൾക്കാരെ കണക്ട് ചെയ്യാൻ പറ്റിയൊരു ഫോർമാറ്റിലേക്ക് പുള്ളി അത് പാക്കേജ് ചെയ്ത് ഒരു സ്റ്റോറി ടെല്ലിംഗ് സംഭവത്തിലേക്ക് കൊണ്ടുവന്ന് എന്നുള്ളൊരു പരിപാടി. അപ്പോൾ അതാണ് ഒന്നും നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ അത് ഒബ്സർവേഷന് ഭയങ്കര വലിയ റോളുണ്ട്. നമ്മൾ പുറത്ത് നോക്കിയാണ്, അതാണ് ഞാൻ പറഞ്ഞ സാമൂഹികമായി ഉണ്ടാകുന്ന പ്രതിഫലനങ്ങളാണ് അഡ്വർടൈസിങ്ങിൽ പലപ്പോഴും പ്രതിക്കുക. അഡ്വർടൈസിങ്ങിൽ ഇൻസൈറ്റ് വേണം, ഹ്യൂമൻ ഇൻസൈറ്റ് വേണം. ഹ്യൂമൻ ഇൻസൈറ്റ് ഇല്ലാത്ത അഡ്വർടൈസിങ്ങിന് നിലനിൽപ്പില്ല. അപ്പോൾ ഹ്യൂമൻ ഇൻസൈറ്റ് കണ്ടെത്തണമെങ്കിൽ എന്ത് കണ്ടു, നമ്മളിത് ജനങ്ങൾക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്, അവരെ അടുത്തറിയാനും കാണാനും അവരുടെ ബിഹേവിയർ മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് പറ്റണം. അപ്പോൾ അതാണ് പീയൂഷ് പാണ്ഡെയുടെ ഒരു വലിയ വിജയം. പിന്നെ പീയൂഷ് പാണ്ഡെയുടെ ഏറ്റവും വലിയ, പീയൂഷ് പാണ്ഡെ എല്ലാവരും പാർട്ട്ണർ എന്നാണ് വിളിക്കുക. അദ്ദേഹത്തിൻ്റെ കൂടുതൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായാലും അദ്ദേഹത്തിൻ്റെ എവരിബഡി, അത് പുള്ളിയെ ലിഫ്റ്റിൽ മുകളിലേക്കും താഴേക്കും കൊണ്ടുപോകുന്ന ആളായാലും ഡ്രൈവറായാലും പുള്ളി പാർട്ട്ണർ എന്ന് വിളിക്കും. കാരണം അവരിൽ നിന്നൊക്കെ പുള്ളി കുറേ കാര്യങ്ങൾ പഠിക്കും. അവരുമൊക്കെ പുള്ളിയുടെ ക്രിയേറ്റിവിറ്റിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. അവരുടെ ആക്ഷൻസിലൂടെ, അവരെ ഒബ്സർവ് ചെയ്യുന്നതിലൂടെയൊക്കെ അവരെ അതെല്ലാം ഉണ്ട്, പാർട്ട്ണർ എന്ന് വിളിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നോക്കിയാൽ പാർട്ട്ണർക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാരണം അദ്ദേഹം സ്വയം എഴുതി പ്രസിദ്ധി നേടിയിട്ടുള്ള 2-3 അദ്ദേഹത്തിന് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള 2-3 ബ്രാൻഡുകളുണ്ട്. ഒന്ന് ഫെവിക്കോൾ, 2 കാഡ്ബറീസ്, 3 ഏഷ്യൻ പെയിൻറ്റ്സ്. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പുള്ളി പാർട്ട്ണർ എന്ന് വിളിക്കുമ്പോൾ എൻ്റെ ഒരു ഒബ്സർവേഷൻ ഞാൻ പറയാം. അതായത് ഈ 3 ക്ലയൻറ്റിലും ഇരുന്നിട്ടുള്ള ഒരാളുണ്ട്, ഭരത് പൂരി. അപ്പോൾ മിസ്റ്റർ ഭരത് പൂരി എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഏഷ്യൻ പെയിൻറ്റ്സിൽ അതുണ്ടായിരുന്നു, കാഡ്ബറീസിലുണ്ടായിരുന്നു, ഇപ്പോൾ നിലവിൽ ലാസ്റ്റ് ഇപ്പോൾ പുള്ളിയുടെ ഫെവിക്കോളിൽ. അപ്പോൾ ഈ 3 അപ്പോൾ നമ്മളെ മനസ്സിലാക്കുന്നൊരു ക്ലയൻ്റ് ഉണ്ട്. വി ഓൾസോ നീഡ് ക്ലയൻറ്റ്സ് ഹു ബൈ ഗുഡ് വർക്ക്. നമ്മൾ വർക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നത് പീയൂഷ് പാണ്ഡെയെ സംബന്ധിച്ചിടത്തോളം ക്ലയൻറ്റിലും ഒരു നല്ലൊരു പാർട്ട്ണർ ഉണ്ടായിരുന്നു. പീയൂഷ് പാണ്ഡെയുടെ വർക്കുകൾ ബൈ ചെയ്യുന്നതിൽ ഒക്കെ ക്ലയൻസിനും വലിയ റോളുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് അത് നല്ല രീതിയിൽ ആ ക്രിയേറ്റീവ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈസ് എ സ്ട്രോങ് ബിലീവർ ഇൻ ഇൻസൈറ്റ്സ്, ഹ്യൂമൻ ഇൻസൈറ്റ്സ്. ആ ഹ്യൂമൻ ഇൻസൈറ്റിന് വേണ്ടി മാത്രമേ പുള്ളി ഒരു ഫാക്ടറി പ്രൊഡ്യൂസ്ഡ് അട്രിബ്യൂട്ട്സിൽ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിനുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫാക്ടറി പ്രൊഡ്യൂസ്. ഈ ഗോ ഡീപ്പ് ഇൻ ടു എമോഷൻസ്. ആൻഡ് ഡീപ്പ് ഇൻ ടു എമോഷൻസിലേക്ക് പോകാൻ പറ്റുന്നത് ബിക്കോസ് ഹി ഈസ് ഏബിൾ ടു ഡിറ്റർമൈൻ ദ ഹ്യൂമൻ ഇൻസൈറ്റ്സ്. അതാണ് പുള്ളിയുടെ ഒരു വിജയം. അപ്പം അദ്ദേഹത്തിൻ്റെ ഫെവിക്കോളിൻ്റെ വർക്ക് സക്സസ്ഫുൾ ആകുന്നതിൽ ഈ ക്ലയൻറ്റ് ഈസ് ഓൾസോ എ ഗ്രേറ്റ് പാർട്ട്ണർ, കാഡ്ബറി. അപ്പോൾ അതും വലിയൊരു റോൾ അതിൻ്റെ അകത്ത് വഹിച്ചിട്ടുണ്ട്. പിന്നെ പീയൂഷ് പാണ്ഡെയെ പറ്റി പറയാമെന്ന്, പീയൂഷ് പാണ്ഡെ നമ്മൾ വിലയിരുത്തേണ്ടത് പീയൂഷ് പാണ്ഡെയുടെ ചുറ്റും വർക്ക് ചെയ്ത, പീയൂഷ് പാണ്ഡെയുടെ കീഴിൽ വർക്ക് ചെയ്ത ആൾക്കാരെ എങ്ങനെ പറയും. ഇപ്പോൾ പ്രസൂൺ ജോഷി ഇന്ന് മെക്കാനോറിക്സിൻ്റെ ചെയർമാനാണ്. പിന്നെ അമീർ ഖാൻ്റെ താരേ ജമീൻ പർ എന്ന് പറയുന്ന സിനിമ, ആ സിനിമയുടെ അതിൽ മായ എന്ന് പറയുന്നൊരു പാട്ടുണ്ട്, ഇന്ത്യയെ കരയിപ്പിച്ചൊരു പാട്ടാണ്. ആ പാട്ട് എഴുതിയ പ്രസൂൺ ജോഷി. അദ്ദേഹം ഹിന്ദിയിൽ നല്ല റൈറ്റില്ല, ഈസ് എ ഗുഡ് ലിറിസിസ്റ്റ്. പീയൂഷ് പാണ്ഡെയുടെ കൂടെ വർക്ക് ചെയ്തു, പീയൂഷ് പാണ്ഡെ വളർത്തിക്കൊണ്ടുവന്ന ഇന്ന് മെക്കാനറിക്സൺ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒഗിൽവിയെ പോലെ തന്നെ ഏറ്റവും പ്രഗത്ഭമായ ഒരു ഏജൻസി, ആ ഏജൻസിയുടെ ചെയർമാനാണ്. ബോബി പവാർ ഉണ്ടായിരുന്നു. ബോബി പവാർ മുദ്രയുടെ നാഷണൽ ക്രിയേറ്റീവ് ഡയറക്ടർ, മുദ്രയുടെ ചീഫ് ക്രിയേറ്റീവ് ഓഫീസർ. അത് കഴിഞ്ഞിട്ട് ഹവാസിൻ്റെ പിന്നെ എനിക്ക് തോന്നുന്നത് പുള്ളി സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ ചെയർമാനായി. അപ്പോൾ ബോബി അതിനുശേഷം ഒഗിൽവിയിൽ നിന്ന് പോയി പിന്നെ US പോയിട്ട് ഈ വർക്ക് ഇൻ DDB. അപ്പോൾ ബോബി പവാർ ഈസ് ആൻ അതർ ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ, അഡ്വർടൈസിങ് ഇൻഡസ്ട്രിയിലെ മറ്റൊരു ദിഗായൻ ഉണ്ടായിരുന്നു. രാജീവ് റാവു, ഓൾ സുസൂൻ്റെ എല്ലാ ഫിലിംസും എഴുതിയ രാജീവ് റാവു. സോണൽ ദബ്രാൾ പിന്നെ മലേഷ്യൻ അഡ്വർടൈസിങ്ങിൻ്റെ എനിക്ക് തോന്നുന്നത് DDB ആണോ ഒഗിൽവി ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ വാസ് അവിടുത്തെ മലേഷ്യയിലെ ക്രിയേറ്റീവ് ഹെഡായിരുന്നു. അതിനുശേഷം സിംഗപ്പൂരെ ക്രിയേറ്റീവ് ഹെഡായിരുന്നു. ഇന്ത്യയിൽ വന്നിട്ട് മുദ്രയുടെ നാഷണൽ ക്രിയേറ്റീവ് ചീഫ് ക്രിയേറ്റീവ് ഓഫീസറായി. അപ്പോൾ നമ്മൾ ഇന്ത്യൻ അഡ്വർടൈസിങ്ങിലെ ക്രിയേറ്റീവിലെ മഹാപ്രതിഭകളെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നല്ലൊരു വിഭാഗവും പീയൂഷ് പാണ്ഡെ വളർത്തിയ ആൾക്കാർ. അപ്പോൾ ഈ വാസ് എ ഗ്രേറ്റ് ലീഡർ, ഈ വാസ് എ ഗ്രേറ്റ് പാർട്ട്ണർ, മനസ്സിലായി.
അപ്പോൾ പുള്ളി ഒറ്റയ്ക്ക് വളരുകയല്ലേ, ഈ വർക്ക് ഇൻ റിയലി ഇൻ ടീം വർക്ക്. പുള്ളി തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, എം സീലിൻ്റെ പരസ്യത്തിൽ ഒരാൾ മരിക്കാനായി കിടക്കുന്ന ഒരു കാരണവർ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പരസ്യം. അപ്പോൾ മരിക്കാനായി കിടക്കുന്ന കാരണവർ, അപ്പോൾ പുള്ളിയെ കൊണ്ട് ഒപ്പിടിപ്പിച്ചെടുക്കുന്ന ലാസ്റ്റ് ബില്ല് ഒപ്പിടിച്ചെടുക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ കുറേ പൂജ്യം ഇട്ടിട്ട് ചേർക്കുന്നൊരു സീനുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞത് പുള്ളി എഴുതിയ സ്ക്രിപ്റ്റ്. അപ്പോൾ പുള്ളിയുടെ തന്നെ ഓഫീസിൽ ഒരു ജൂനിയറായ ഒരാൾ എഴുതി കഴിഞ്ഞപ്പോൾ പുള്ളി അത് ഒറിജിനൽ എഴുതിയത്. പുള്ളി പറഞ്ഞത് ഈ ഡ്രോപ്പ് വന്നിട്ട് മഴത്തുള്ളി വന്ന് ഈ എഴുതി കഴിഞ്ഞ് ഒപ്പിടിട്ട് മേടിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു തുള്ളി ഒരു ലീക്ക് ചെയ്തൊരു തുള്ളി വന്നിട്ട് ഇതിൽ സ്റ്റാമ്പ് പേപ്പറിൽ നിന്ന് മാഞ്ഞു പോകുന്ന. പുള്ളി ഒറിജിനൽ എഴുതിയത് ഈ സിഗ്നേച്ചറിൻ്റെ പുറത്ത് വേണ്ടി സിഗ്നേച്ചർ മാഞ്ഞു പോകുന്നതായിരുന്നു. അപ്പോൾ പുള്ളിയുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്ത ഒരാളാണ് പറഞ്ഞത്, വളരെ ജൂനിയർ ആയിട്ടുള്ളവർ പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ പകരം ഈ അക്കങ്ങൾ എഴുതിയിട്ട് ആ ഒന്നിൻ്റെ മുകളിൽ വീണ് കഴിഞ്ഞാൽ മൊത്തം പൂജ്യമായി പോകില്ല. അപ്പോൾ പുള്ളിക്ക് അത് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പുള്ളി എടുത്തു. പുള്ളി പറഞ്ഞാൽ ഞാൻ എൻ്റെ ഐഡിയ എന്നും പറഞ്ഞ് ഞാൻ ബലം പിടിക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ ക്രിയേറ്റിവിറ്റി ഈസ് എ കൊളാബറേറ്റീവ് പ്രോസസ്സ്. ക്രിയേറ്റിവിറ്റി എന്ന് നമ്മൾ പറയും. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഇരുന്ന് ചിന്തിച്ച് ഉണ്ടാക്കുന്ന. ആരെങ്കിലും ഒരാൾ ചിലപ്പോൾ ഒരു കോൺസെപ്റ്റ്, ഒരു ഐഡിയ ഉണ്ടാക്കും. പക്ഷേ ദ റെസ്റ്റ് ഓഫ് ദ ടീം വിൽ ചിപ്പ് ഇൻ ആൻഡ് ദേ ഓൾ വിൽ കോൺട്രിബ്യൂട്ട് ആൻഡ് മേക്ക് ദ ഐഡിയ ഇൻ എ ബ്യൂട്ടിഫുൾ പ്രൊപ്പോസിഷൻ. അതാണ് അതൊക്കെ പീയൂഷ് പാണ്ഡെയുടെ ഈ എടുത്ത് പറയത്തക്ക ഒരു ക്വാളിറ്റീസാണ്. അതിൽ ഒരു കാര്യം മാത്രം അലൻ പറഞ്ഞത്, ഇപ്പോൾ ആൾക്കാർ പറഞ്ഞത് പുള്ളി ഫാദർ ഓഫ് ഇന്ത്യൻ അഡ്വർടൈസിംഗ് ആണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുള്ളി ഫാദർ ഓഫ് ഇന്ത്യൻ അഡ്വർടൈസിംഗ് അല്ല. ഫാദർ ഓഫ് ഇന്ത്യൻ അഡ്വർടൈസിംഗ് എന്ന് നമുക്ക് പുള്ളി തീർച്ചയായും പീയൂഷ് പാണ്ഡെ ഇന്ത്യയിലെ മഹാനായ ഒരു അധികായനായ ക്രിയേറ്റീവ് പേഴ്സണാണ്. ചിലർ നേരത്തെ ജനിക്കുന്നു, അതുകൊണ്ട് ഫാദറാവുന്നു. ചിലർ ജനിക്കുന്നു, അതുകൊണ്ട് മക്കളാവുന്നു. മിൽട്ടൺ നേരത്തെ ജനിച്ചുകൊണ്ട് മിൽട്ടൺ അലൻ്റെ ഫാദറായി. അലൻ താമസിച്ച് ജനിച്ചുകൊണ്ട് അലൻ മകനായി. അല്ലെങ്കിൽ ഒരാൾ നേരത്തെ ജനിക്കുമ്പോൾ നമ്മൾ അധ്യാപകനാവും, ഒരാൾ താമസിച്ച് ജനിക്കുമ്പോൾ വിദ്യാർത്ഥിയാവും. അതുകൊണ്ട് വിദ്യാർത്ഥി അധ്യാപകനേക്കാൾ പ്രഗത്ഭൻ അല്ലയോ എന്ന് ചോദിച്ചാൽ അല്ല, ആവും. സുമാർ അഴീക്കോടിൻ്റെ അധ്യാപനം നമുക്കറിയില്ലല്ലോ. അപ്പോൾ അല്ലെങ്കിൽ MD വാസുദേവൻ നായരുടെ അധ്യാപനം നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഒരാൾ താമസിച്ച് ജനിച്ചുകൊണ്ട് അയാൾ പ്രതിഭയല്ലാണ്ട് മാറുന്നില്ല. പക്ഷേ ഫാദർ ഓഫ് ഇന്ത്യൻ അഡ്വർടൈസിംഗ് എന്ന് നമുക്ക് ശരിക്ക് വിളിക്കാൻ പറ്റാവുന്നത് മഹാനായ ശ്രീ കർസി കാത്രക്കാണ്. അദ്ദേഹമാണ് ഇന്ത്യയിൽ MCM എന്ന് പറയുന്ന അഡ്വർടൈസിംഗ് കമ്മ്യൂണിക്കേഷൻസ് കമ്പനി തുടങ്ങിയത്. അതിനു മുമ്പ് അദ്ദേഹം ഇത് 70 ഏർലി 70കളിലാണ് പുള്ളി MCM തുടങ്ങുന്നത്. അപ്പോൾ അതിനു മുമ്പ് അദ്ദേഹം യു കെയിലായിരുന്നു. അവിടെ ഒരു ഏജൻസി ലൈഫ് കഴിഞ്ഞ് ഇന്ത്യയിലെത്തിയിട്ട് MCM എന്ന് പറയുന്നൊരു കമ്പനിയാണ്. ഈ MCMൽ നിന്നാണ് ഇന്ത്യൻ അഡ്വർടൈസിങ്ങിൽ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഗാലക്സി ഓഫ് സ്റ്റാർസുകൾ പുറത്തേക്ക് ഇറങ്ങിയത് MCMൽ. അപ്പോൾ MCMൽ നിന്നാണ് റീഡിഫ്യൂഷൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും നല്ല ബ്രാൻഡുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള. ഇപ്പോൾ കോൾഗേറ്റ്, എയർടെൽ, ജെൻസൺ ആൻഡ് നിക്കോൾസൺ, വെന്നെവർ യു സീ കളർ തിങ്ക് ഓഫ് അസ് എന്ന് പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ചുവരെഴുത്തുകളുണ്ടായിരുന്നു. ആ പരസ്യങ്ങൾ ഇറക്കിയിട്ടുള്ള എ മൂവ്മെൻറ്റ് കോൾ ടെൽക്കോ എന്ന് പറയുന്ന ടെൽക്കോയുടെ പരസ്യങ്ങൾ ചെയ്തിട്ടുള്ള റീഡിഫ്യൂഷൻ ഉണ്ട്. റീഡിഫ്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏറെ അഭിമാനിക്കാൻ പറ്റാവുന്ന മലയാളിയായ അജിത് ബാലകൃഷ്ണൻ, അദ്ദേഹം തലശ്ശേരിക്കാരനാണ്. അദ്ദേഹമാണ് റീഡിഫ്.com തുടങ്ങിയത്.